ഏതോ ഒരു കൊച്ചു കിടന്ന് കീറുന്നില്ല അവൻ്റെ സദാനന്ദ മന്ദിരത്തിൽ. ഏതോ ഒരു കൊച്ചു കിടന്ന് കീറുന്നു, സദാനന്ദ മന്ദിരത്തിൽ കിടന്ന് കീറുന്നു ഏതോ ഒരു കൊച്ച്. ഓട്ടോ പിടിച്ച് വരാൻ പറഞ്ഞെന്ന് ഏതോ ആളോട്, എവളോടോ കണ്ട് ഓട്ടോ പിടിച്ച് വരാൻ പറഞ്ഞെന്ന്. 8:09. ഏതോ അവിടെ കൊച്ച് അടുത്ത ഡ്രാമയെങ്ങാണ്ടാന്ന് തോന്നുന്നു. കൊച്ച് കീറുന്നു കിടന്ന്. എന്തെല്ലാം ഡ്രാമ വേണമെങ്കിലും ഒപ്പിക്കും ഇവളുമാർ. ഇങ്ങനെ ഡ്രാമയുമായിട്ട് നടക്കുക. ഇവളാണ് നിൽക്കുന്നത്. ശ്രീലത എന്ന് പറയുന്നവളാണ് നിൽക്കുന്നത്. ഇവളൊക്കെയാണ് നമ്മളെക്കുറിച്ച് ഡ്രാമ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, അവിടെ വീട്ടിലേതോ കൊച്ചു കിടന്ന് അണ്ണാക്ക് വയ്ക്കുന്നു, കൊച്ചു കിടന്ന് കീറ്റുന്ന ഏതോ. എന്തെല്ലാം കഥകൾ വേണമെങ്കിലും നമ്മളെക്കുറിച്ച് ഉണ്ടാക്കും. അത്ര ഇവള്. ഇങ്ങനെ പല പല ഡ്രാമയുമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക ഇവളുമാർ. Now I will lock my gate. Okay. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അവൻ്റെ മോളെ ധർമ്മകല്യാണം നടത്തിയതാണ്. 2003-4 ഒക്കെ ആയിരിക്കും. എൻ്റെ അടിച്ച പടിയിൽ കയറ്റത്തില്ലായിരുന്നു, ഇവിടെ ഒന്നും കയറ്റത്തില്ലായിരുന്നു അവനെ. എൻ്റെ കല്യാണത്തിനൊന്നും വിളിച്ചില്ലായിരുന്നു അന്ന് 2002. എന്നിട്ട് ഇവൻ്റെ മോളെ ഇവൻ ധർമ്മകല്യാണം നടത്തിയ അവസാനം കാശില്ല, വണ്ടി പിടിക്കാൻ പോലും കാശില്ല. ഇവൻ്റെ മോളെ കല്യാണം കഴിച്ച് ഇവൻ്റെ പെങ്ങളുടെ മോൻ തന്നെ. അത്രയ്ക്ക് നിവൃത്തിയില്ലായിരുന്നു. ധർമ്മകല്യാണം നടത്തി വിട്ടതാ. ഏതാണ്ടെല്ലാം പിരിച്ച് പെറുക്കി. ബസ് പോകണമെങ്കിൽ കാശില്ലായിരുന്നു. അതുപോലെ പിന്നെ ഇടവും സ്വർണ്ണമൊക്കെ ഓച്ചിറയിൽ നിന്നൊരു കടയിൽ നിന്നാണ് കടം വാങ്ങിച്ചത്. ഓച്ചിറക്കാർ സ്വർണ്ണക്കടക്കാരുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിച്ചത്. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊരിക്കൊടുക്കാമെന്നായിരുന്നു എഗ്രിമെൻറ്റ്. അങ്ങനെ കുറേയെല്ലാം ഊരിക്കൊടുത്ത്. എത്രയോ പവൻ വാങ്ങിച്ചതിൽ അതെല്ലാം കുറേയെല്ലാം ഊരിക്കൊടുത്തേച്ച് ബാക്കിക്ക് 7 സെൻറ്റ് ഞാൻ വാങ്ങിച്ച്. ഇവൻ വന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിൽ നിവർത്തിയില്ല, വാങ്ങിക്കണമെന്ന്. അങ്ങനെ 10 സെൻറ്റിൻ്റെ അപ്പുറത്ത് 7 സെൻറ്റ് ഞാനാണ് വാങ്ങിച്ചത്. അങ്ങനെയാണ് ഇത് എൻ്റെ അച്ഛൻ്റെ 9 സെൻറ്റും പിന്നെ 10ഉം അതിൻ്റെ കൂടെ 7ഉം കൂടെ കിട്ടിയത്. മനസ്സിലായോ? അതെൻ്റെ പേരിലുള്ളതാണ്. അങ്ങനെ അല്ലായിരുന്നു ഇവൻ്റെ മോളും എല്ലാം കെട്ടിത്തൂങ്ങി ചാവേണ്ടി വന്നേനെ. ഓച്ചിറയുള്ള സ്വർണ്ണക്കടക്കാർ ഇവളുടെ മോളെ കെട്ടിച്ച അവിടെ അങ്ങ് ചെന്നേനെ. മലപ്പുറം, കോഴിക്കോട് അവിടെ ചെന്നേച്ച് സ്വർണ്ണം ഊരിക്കൊണ്ട് പോന്നേനെ. ഇവിടെ മോടെ ദേഹത്തുനിന്ന് അവർ ഊരിക്കൊണ്ട് പോന്നേനെ. അവൾ വിരുന്നിന് വന്നിട്ട് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓച്ചിറക്കാർ രാവിലെ ഇങ്ങ് എത്തുമായിരുന്നു. അങ്ങ് ഓട്ടമായിരുന്നു ഇവൻ്റെ മോളും ഭർത്താവും കൂടെ. ഭർത്താവ് അറിയാതിരിക്കാൻ. മനസ്സിലായില്ലേ? ഇവിടെ എന്ന് വെച്ചാൽ ഇവൻ്റെ തന്നെ പെങ്ങളുടെ മോനാ മനോജ് എന്ന് പറയുന്നൊരു കണിയാൻ. ഇപ്പം ഇവൻ എന്തോ പണം അവൻ്റെ മോനേലവിടെ മയക്കി ലേക്ക് ഷോറിൽ കൊണ്ടിട്ട് ഇൻഷുറൻസ് കട്ട് ചെയ്താണ്ട് പ്രഭു ആയെന്നവൻ. പ്രഭു ആയത് കാരണം അവനെല്ലാം അങ്ങ് മറന്നവൻ ഇപ്പം ചീത്ത വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ അങ്ങ് ചീത്ത വിളിക്കുക അവൻ്റെ ജോലി. സർവ്വസമയം അവൻ്റെ ജോലി ഇപ്പം നമ്മുടെ ചീത്ത വിളിക്കുക. നമ്മളെവിടോട്ടെങ്കിലും കടയിലോട്ട് പോയി ഉടനെ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കുക. എന്തൊക്കെയാണെന്നാ കഥയും എല്ലാം ഉണ്ടാക്കി അങ്ങ് നടപ്പാ ജോലി. ഇങ്ങനെ കുറേ കഥയുണ്ടാക്കി അങ്ങ് നടക്കുക. നമുക്ക് പെണ്ണുങ്ങൾക്ക് ജീവിക്കാനൊക്കത്തില്ല. കടയിൽ പോയ ആരാണ്ട് കെട്ടാൻ പോയതാണെന്ന് ആരെയാന്ന് മനസ്സിലാവുന്നില്ല. ഒരവനെ ഇവിടോട്ട് കാണുന്നുമില്ല.
ചുണയുള്ള ഏതെങ്കിലും അപ്പൻ്റെ മോനുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ഞാൻ. ഏതെങ്കിലും ചുണയുള്ള അപ്പൻ്റെ മോനുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. പക്ഷേ ഒരു ചുണയുള്ള അപ്പൻ്റെ മോന്മാരും വരുന്നതുമില്ല. വന്നിരുന്നേ കാണിച്ചു കൊടുക്കാമായിരുന്നു. പെണ്ണുങ്ങളെക്കുറിച്ച് അനാവശ്യ കഥ ഏതവനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവനെ കാണിച്ചു കൊടുക്കാമായിരുന്നു. തോന്നിയാസം കാണിക്കുന്നതിന് മനസ്സിലായില്ലയോ? ഇതാ, ദിസ് ഈസ് മൈ ഹൗസ്, യു ഓൾ നോ. എല്ലാം പൂട്ടി, ഇവിടെ ഒരാവനും ഇനി വരത്തില്ല. ഏതാണോ ഒരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം രണ്ടവളുമാരായി. ഒന്ന് ശ്രീലത എന്ന് പറയുന്ന അവളാണ് ഇപ്പം. രണ്ട് ശ്രീലതമാരായി ഇപ്പം ഇരിക്കുന്നത്. കണ്ടോ? ഞാനിവിടെ എൻ്റെ വീട്ടിലാണ്. ഇപ്പം സമയം 8:14 കേട്ടോ. 8:14. ഇങ്ങനെ അങ്ങ് നമ്മളെക്കുറിച്ച് പല പല ഡ്രാമകളുമായിട്ട് ഇങ്ങനെ കുറേ അവളുമാരങ്ങ് നടപ്പാ ജോലി. എന്തോ ഡ്രാമയാണെന്നറിയത്തില്ല. ഇങ്ങനെ ആ സുബ്രഹ്മണ്യൻ്റെ കഥ, ധർമ്മകല്യാണം നടത്തി വിടാനേ ഉള്ളായിരുന്നു ഇവന്. ഇപ്പം ഇവൻ്റെ മോനെ അടിച്ച് മയക്കി, ഏതാണ്ടെല്ലാം കൊടുത്ത് മയക്കി. ഇവന്മാരുടെ കയ്യിലൊക്കെ മയക്കുന്ന മരുന്നൊക്കെ ഉണ്ട്. മയക്കി വെച്ച് അവനെ ലേക്ക് ഷോറിൽ കൊണ്ടിട്ട് കാലും കൈയൊക്കെ കെട്ടിയിട്ടതിരുന്നു. കെട്ടിയിട്ടിട്ട് വരെ കോമയാണെന്ന്. കാലും കൈയൊക്കെ ഇട്ട് അടിക്കുന്നത് കാണണം. എന്തോ കോമയാണെന്ന്. കോമയെ കിടക്കുന്നവരിങ്ങനെയാണ് കിടക്കുന്നത്. കാലും കൈയൊക്കെ ഇട്ട് അടിച്ച് അവൻ എന്തായാലും അങ്ങനെ കുറച്ച് കാശ് 45 ലക്ഷവും പിന്നെ ഗൾഫിൽ നിന്ന് ഏതാണ്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. ഗൾഫ് ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കിട്ടി. ഇപ്പം ഇവനിങ്ങനെ പ്രഭുവാന്ന്, വലിയ ഏതാണ്ട് വലിയ പ്രഭുവാണെന്നിപ്പം. പ്രഭു നടക്കുക.